ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പഴഞ്ചൻ പ്രണയം എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ മോഹനൻ അവന്റെ കൂട്ടുകാരനും ബ്രോക്കറുമായ മണിയന്റെ കൂടെ ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോകുന്നതാണ്. ഈ മോഹനൻ ഒരു മലയാളം വാദ്യാരായിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളം കവിതകൾ എഴുതുന്നത് അവന് ഇഷ്ടമാണ്. അതെഴുതി പലപ്പോഴും പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നില്ല. 40 വയസ്സായ മോഹനന് ഇതുവരെ ഒരു പെണ്ണ് പോലും സെറ്റായിട്ടില്ല. ഇത്തവണ കാണാൻ പോകുന്ന പെണ്ണെങ്കിലും സെറ്റാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൻ പോകുന്നത്. അങ്ങനെ അവർ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. ആ പെണ്ണിന്റെ പേര് ജിഷ എന്നായിരുന്നു. എന്നാൽ മോഹനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതോടുകൂടി ആ പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും അധികം താല്പര്യം തോന്നിയില്ല. കാരണം സ്കൂൾ മാഷായ മോഹനൻ ഇപ്പോൾ ലോങ് ലീവിലാണ്. അച്ഛന് സുഖമില്ലാത്ത കാരണം അച്ഛന്റെ കാര്യങ്ങൾ നോക്കാൻ ലീവ് എടുത്ത് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ജോലിക്കൊന്നും പോകുന്നില്ല. വീട്ടിൽ കുറെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. മാത്രമല്ല അവന്റെ ലുക്ക് കണ്ടിട്ട് ആ പെൺകുട്ടിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു പഴഞ്ചൻ ആളെ പോലെയാണ് അവൾക്ക് തോന്നിയത്. അത് കാരണം അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഇത്തവണത്തെ പെണ്ണുകാണലും പാളിപ്പോയ കാരണം മോഹൻ ആകെ വിഷമത്തിലായിരുന്നു. മണിയും പറയുന്നുണ്ട് നിന്റെ ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണമെന്ന്. ഈ പഴഞ്ചൻ രീതിയായിട്ട് വന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. മര്യാദയ്ക്ക് ഒരു കല്യാണം നിനക്ക് നടക്കും തോന്നുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ നടന്ന് അവളെ വളച്ചെടുത്ത് പ്രണയിച്ച് കെട്ടാൻ നോക്ക്. പ്രണയത്തിന് കണ്ണും മൂക്കൊന്നുമില്ല. ഏത് പഴഞ്ചന്റെ കൂടെയും പെണ്ണുങ്ങൾ ഇറങ്ങി വരും. മണിയന്റെ ആ വാക്ക് കേട്ടിട്ട് അവൻ പെണ്ണ് കാണാൻ പോയ ജിഷയെ തന്നെ പ്രണയിച്ച് വീഴ്ത്തിയാലോ എന്ന് മോഹനന് തോന്നുന്നു. പിന്നീട് അവൻ ജിഷയെ ഫോളോ ചെയ്യാൻ ആരംഭിക്കുന്നു. അവളുടെ പിറകെ പോകാൻ തുടങ്ങി മോഹനൻ. ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയതോടുകൂടി ജിഷ തിരിഞ്ഞു നിന്ന് അവനെ ഒരുപാട് ചീത്ത പറയുന്നു. ഇനി എന്റെ പിറകെ വന്നു കഴിഞ്ഞാൽ കാല് തല്ലി ഓടിക്കുമെന്നും പറയുന്നുണ്ട്. പേടിച്ചുപോയ മോഹനൻ അവിടെ നിന്നും തിരിച്ചു പോകുന്നു. ഈ ജിഷയ്ക്ക് ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അതാണ് നമ്മുടെ മൂവിയിലെ നായിക. അവളുടെ പേര് മായ എന്നാണ്. ഒരു തുണിക്കടയിലെ സെയിൽസ് ഗേൾ ആയിരുന്നു മായ. ജിഷയുടെ പെണ്ണുകാണലിനെ പറ്റി മായ അവളോട് ചോദിക്കുന്നുണ്ട്. അയാളെ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും വേറൊരു പഴഞ്ചനാണെന്ന് അവൾ പറയുന്നു. മാത്രമല്ല ഇത്രയും നേരം എന്റെ പുറകെ ഉണ്ടായിരുന്നു. ഞാൻ അവസാനം വഴക്ക് പറഞ്ഞു വിട്ടതാണ്. മായയുടെ കല്യാണം ഓൾറെഡി ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ദുബായിൽ ജോലി ചെയ്യുന്ന ബ്രിജേഷ് എന്ന് പറയുന്ന ഒരാളാണ് അവളെ കെട്ടാൻ പോകുന്നത്. എന്നാൽ ഈ ബ്രിജേഷുമായിട്ട് അവൾ ഫോണിൽ അധികം സംസാരിക്കുകയൊന്നും തന്നെ ഇല്ലായിരുന്നു. അയാൾ അങ്ങനെ വിളിക്കാറുമില്ല അവളെ. കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോൾ കല്യാണം ഉറപ്പിച്ചു വെച്ചതാണ്. ഇത്തവണ ലീവിന് വരുമ്പോൾ കല്യാണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മായയുടെ വീട്ടിൽ അച്ഛനും അമ്മയും അനിയനുമായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ തുണിക്കടയിൽ ജോലിക്ക് പോയി കിട്ടുന്ന 9,000 രൂപയായിരുന്നു അവർക്ക് ആകെയുള്ള വരുമാനം. അതിൽ നിന്നും കുറച്ച് കാശ് ഒരു ചിട്ടിക്ക് വേണ്ടി അവർ മാറ്റിവെക്കുന്നുണ്ട്. ആ ചിട്ടിക്കാശ് കൊണ്ട് വേണം അവളുടെ കല്യാണ ചെലവുകളെല്ലാം തന്നെ നടത്താൻ. മോഹൻ തന്റെ കല്യാണമൊന്നും ആകാത്ത കാരണത്തിൽ വലിയ വിഷമത്തിലായിരുന്നു. അവന്റെ അച്ഛന്റെ അവസ്ഥ കാരണമാണ് അവന് ജോലിക്ക് പോലും പോകാൻ പറ്റാത്തത്. ആൾ ആരോടും മിണ്ടാറില്ലായിരുന്നു. ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും. അത് കാരണം എപ്പോഴും ആരെങ്കിലും കൂടെ വേണം. അച്ഛനെ നോക്കി ഇങ്ങനെ ഇരിക്കാതെ നിന്റെ കാര്യങ്ങളും കൂടി നീ നോക്കാൻ വേണ്ടി മണിയൻ പറയുന്നു. വീട്ടിൽ ജോലിക്ക് വേണ്ടി ഒരാളെ വെക്കാൻ അവൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു 15,000 രൂപ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരു ജോലിക്കാരെ ഞാൻ തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് വരാമെന്ന് മണിയും പറയുന്നു. മോഹന്റെ കയ്യിലുള്ള വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അച്ഛന്റെ പെൻഷനും പിന്നെ ട്യൂഷൻ എടുത്ത് കിട്ടുന്ന കാശുമായിരുന്നു. മണിയൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നിയിട്ട് അവനും അത് സമ്മതിക്കുന്നുണ്ട്. മോഹന്റെ വീട്ടിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി മായയായിരുന്നു മണിയൻ കണ്ടെത്തിയത്. മായയുടെ അച്ഛൻ അവളോട് പറയുന്നുണ്ട് നീ ഇപ്പൊ ചെയ്യുന്ന ജോലിയേക്കാൾ ശമ്പളം കിട്ടും, അതുകൊണ്ട് ആ വീട്ടിലൊന്ന് പോയി നോക്കാൻ. എന്നാലും 2 ആണുങ്ങളുള്ള വീടല്ലേ താനെങ്ങനെയാ പോകുന്നതെന്ന് അവൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവളുടെ അപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുമ്പോൾ ആ ജോലിക്ക് തന്നെ പോകാൻ അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ പിറ്റേന്ന് നേരെ മോഹന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. മണിയൻ പറഞ്ഞിട്ട് വന്നതാണെന്നും പറയുന്നു. അവൾക്ക് കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു. എന്നും രാവിലെ 8 മണിക്ക് വരും, വൈകിട്ട് 4 മണിക്ക് പോവുകയും ചെയ്യും. സുഖമില്ലാത്ത അച്ഛന്റെ കാര്യങ്ങളൊന്നും താൻ നോക്കില്ല. ആഹാരം ഉണ്ടാക്കുന്നതും ഈ വീട് വൃത്തിയായിട്ട് നോക്കുന്നതുമാണ് എന്റെ ജോലി. അത് മാത്രമേ താൻ ചെയ്യൂ എന്ന് അവൾ പറയുന്നു. മോഹനും അത് സമ്മതമായിരുന്നു. അവൾ അങ്ങനെ അടുക്കളയിലേക്ക് ചെല്ലുന്നു. അതെല്ലാം ആകെ വൃത്തികേടായി കിടക്കുകയായിരുന്നു. ആദ്യം മുതൽ അവൾ അതെല്ലാം ക്ലീൻ ആക്കിയ ശേഷമാണ് ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് ഡിഷസ് ഉണ്ടാക്കിയിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് അത്രയും രുചിയോടുകൂടി മോഹനും അച്ഛനും ആഹാരം കഴിക്കുന്നത്. അന്നവന്റെ അച്ഛൻ ആസ്വദിച്ച് ആഹാരം കഴിച്ചു. ഒരു തരി പോലും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോ മോഹനും സന്തോഷമായി. മായയോടും അവിടെ വന്നിരുന്ന ആഹാരം കഴിക്കാൻ അവൻ പറയുന്നുണ്ട്. താൻ പിന്നെ കഴിച്ചോളാമെന്ന് അവൾ പറയുന്നു. പിറ്റേന്ന് മായ തന്റെ കൂട്ടുകാരി ജിഷയുടെ കൂടെയാണ് അവിടേക്ക് വരുന്നത്. ജിഷ ജോലിക്ക് പോകുന്ന വഴിക്ക് മായയെ ഈ വീട്ടിലാക്കും. എന്നാൽ മായയുടെ കൂടെ ജിഷയെ കണ്ടത് മോഹനും പെട്ടെന്ന് ഒളിക്കുന്നു. താനിന്ന് ജിഷയുടെ പുറകെ നടന്നിട്ട് അവൾ തന്നെ അടിക്കുമെന്ന് പറഞ്ഞതാണ്. അത് കാരണമാണ് അവൻ പേടിച്ചൊളിച്ചിരിക്കുന്നത്. ജിഷ പോയി കഴിയുമ്പോൾ മായയോട് അവൻ ചോദിക്കുന്നുണ്ട് അത് ആരാണെന്ന്. തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് അവൾ പറയുന്നു. ഇനി ഇങ്ങനെ 2 വീലറിലൊന്നും വരണ്ടെന്നും അല്ലാതെ വന്നാ മതിയെന്നും അവൻ പറയുന്നുണ്ട്. ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മായ ചിന്തിക്കുന്നു. 2 വീലറിൽ വരണ്ട എങ്കിൽ ഓട്ടോയ്ക്ക് എനിക്ക് 200 രൂപ തരണമെന്ന് അവൾ പറയുന്നുണ്ട്. അതൊക്കെ വേണേ ഞാൻ തരാം, പക്ഷെ 2 വീലറിൽ എന്തായാലും വരണ്ടെന്ന് അവൻ തറപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് മോഹൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നതും അച്ഛനെ കുളിപ്പിക്കുന്നതും എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അവരുടെ കൂടെ ഇരുന്നാണ് മായയും ആഹാരം കഴിക്കുന്നത്. 2 വീലറിൽ വരണ്ടാന്ന് മോഹനം പറഞ്ഞ കാരണം ജിഷ അവളെ പുറത്താണ് കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മണിയൻ അവിടേക്ക് വരുന്നു. മായ അവരുടെ കൂടെ ഇരുന്നാണ് ആഹാരം കഴിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ മണിന് ദേഷ്യം വരുന്നു. വേലക്കാരിയെ അടുക്കളയിൽ ഇരുത്തി കഴിപ്പിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് മോഹൻ പറയുന്നുണ്ട്. ഇതെല്ലാം അകത്തു നിന്ന് മായ കേൾക്കുന്നുണ്ടായിരുന്നു. അത് കാരണം അന്ന് അവൾ അടുക്കളയിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത്. മോഹൻ അത് കണ്ടിട്ട് അവളോട് ടേബിളിലേക്ക് വന്നിരിക്കാൻ പറഞ്ഞെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. പിന്നീട് ജിഷയും മായയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. മായ കെട്ടാൻ പോകുന്ന ചെക്കന്റെ ഫോട്ടോ ജിഷയെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇയാൾ അധികം തന്നോട് സംസാരിക്കാറൊന്നുമില്ല എന്ന് മായ പറയുന്നു. ഇത്തവണ ലീവിന് വരുമ്പോ കല്യാണം ഉണ്ടെന്നാ പറയുന്നത്. ആളെന്തായാലും അടുത്ത ആഴ്ച വരും. പക്ഷെ ആള് വരുന്ന സമയത്ത് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുക. ഞങ്ങൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണാൻ പോകുന്നത്. ആളുടെ കൂടെ ഒരു കൂട്ടുകാരന് കൂടി വരുന്നുണ്ട്. നീ അതുകൊണ്ട് എന്റെ കൂടെ ഒന്ന് വരണോ
കാണണമെന്ന് അവൾ പറയുന്നു. താൻ വരാമെന്ന് ജിഷ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. മോഹന്റെ അച്ഛന് പഴയ പാട്ടുകൾ കേൾക്കുന്നത് ഒരുപാട് ഇഷ്ടമായിരുന്നു. കറണ്ട് ഇല്ലാത്ത കാരണം മോഹൻ അച്ഛന് വേണ്ടി പാട്ട് പാടി കൊടുക്കാൻ തുടങ്ങി. എന്നാൽ അവന്റെ ആ പാട്ടുപാടൽ കേട്ടിട്ട് മായ വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്ന്. അവൻ തിരിച്ച് അവളോട് വന്ന് പറയുന്നുണ്ട്, അച്ഛന് പാട്ട് കേൾക്കുന്നത് ഒരുപാട് ഇഷ്ടമാ, കറണ്ട് ഇല്ലാത്തോണ്ടാണ് ഞാൻ പാടിയത്, അല്ലാതെ എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് പാടാനൊന്നും അറിയില്ല. അച്ഛന് ശരിക്കും എന്താ പറ്റിയെന്ന് മായ ചോദിക്കുന്നു. അച്ഛന് പ്രേം നസീറിന്റെ പടങ്ങൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. റിലീസിന്റെ അന്ന് തന്നെ പോയി കാണും. അങ്ങനെ ഒരു പടം കാണാൻ വേണ്ടിയിട്ട് അമ്മയും കൂട്ടി സ്കൂട്ടറിൽ പോയാണ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിൽ അമ്മ മരിച്ചു. അന്ന് മുതൽ അച്ഛൻ മിണ്ടാതായി. ആദ്യമൊക്കെ വിചാരിച്ചു അമ്മ മരിച്ചതിന്റെ ഷോക്കാണെന്ന്. എന്നാൽ പിന്നീട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് മനസ്സിലായത് തലക്കേറ്റ ക്ഷതമാണ് കാരണമെന്ന്. അതിനുശേഷം അച്ഛൻ കരഞ്ഞും ചിരിച്ചു ഒന്നും താൻ കണ്ടിട്ടില്ല. പിന്നീട് ആരോടും സംസാരിച്ചിട്ടുമില്ല. അവന്റെ വിഷമം കണ്ടപ്പോൾ മായയ്ക്കും ശരിക്കും വിഷമം തോന്നി. പിറ്റേന്ന് മായ ജിഷയും കൂട്ടി ബ്രിഗേഷിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ബ്രിഗേഷിന്റെ കൂടെ ഒരു കൂട്ടുകാരനും വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രിഗേഷ് ഭയങ്കര സീരിയസ് ആയിട്ടാണ് അവളോട് സംസാരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. തനിക്ക് ദുബായിലേക്ക് വരാൻ ഓക്കെ ആണോ എന്നൊക്കെ അവളോട് ചോദിക്കുന്നു. തനിക്കിതിൽ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് അവൾ പറയുന്നത്. അല്ലാതെ അവളോട് ഒട്ടും സോഫ്റ്റ് ആയിട്ട് അവൻ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ചിട്ട് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ടിട്ട് ജിഷ ചോദിക്കുന്നുണ്ട്, ഇയാളെന്താ ഇങ്ങനെയെന്ന്. അയാളെന്താ അങ്ങനെയെന്ന് മായയ്ക്കും അറിയില്ലായിരുന്നു. പിറ്റേന്ന് മായ മോഹന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മോഹൻ എപ്പോഴും അച്ഛന് കേൾക്കാൻ വേണ്ടി പഴയ വിരഹഗാനങ്ങൾ വെക്കുന്ന കണ്ടിട്ട് അവൾ പറയുന്നുണ്ട്, ഈ വിരഹഗാനമൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമുക്ക് നല്ല അടിച്ചുപൊളി പാട്ട് വെക്കാമെന്ന്. പ്രേം നസീറിന്റെ കാലത്ത് നല്ല ഡാൻസ് നമ്പേഴ്സ് ഒക്കെ അവൾ അവിടെ പ്ലേ ചെയ്യുന്നു. എന്നിട്ട് അവള് ഡാൻസ് കളിക്കുന്നു. കൂടെ മോഹനെയും വിളിച്ച് കളിപ്പിക്കുന്നുണ്ട്. ശരിക്കും അത് കണ്ടു കഴിയുമ്പോൾ അവന്റെ അച്ഛന് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഡാൻസ് കണ്ട് അയാൾ ചിരിക്കുന്നു. അത് മോഹനും ഒരു അത്ഭുതമായിട്ട് തോന്നി. അച്ഛന്റെ സന്തോഷം കണ്ട് ശരിക്കും മോഹൻ പൊട്ടിക്കരയുന്നു. അവൻ മായയോട് ഒരുപാട് താങ്ക്സ് പറയുന്നു, അച്ഛനെ ഇത്രയധികം സന്തോഷിപ്പിച്ചതിന്. അവൻ എന്ന സ്കൂട്ടർ കഴുകി വെക്കുന്നതല്ലാതെ അതൊരു തവണ പോലും ഓടിക്കുന്നത് അവൾ കണ്ടിട്ടില്ല. അതിന്റെ കാരണം ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അമ്മയച്ഛനും ഒരുപാട് സഞ്ചരിച്ച സ്കൂട്ടറാണ്, അതുകൊണ്ടാണ് ഞാനിത് പൊന്നുപോലെ ഇങ്ങനെ നോക്കുന്നത്. അവൾ തന്റെ കല്യാണം ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് അവനോട് പറയുന്നു. അവളെ കെട്ടാൻ പോകുന്ന ആളെ പറ്റിയൊക്കെ മോഹൻ അവളോട് ചോദിക്കുന്നുണ്ട്. ചേട്ടൻ എന്താ ഇതുവരെ കെട്ടാത്തെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കെട്ടാത്തതല്ല, എനിക്ക് പെണ്ണ് കിട്ടാത്തതാണെന്ന് അവൻ പറയുന്നു. പലരും പല കുറ്റങ്ങളാണ് കണ്ടെത്തുന്നത്. അച്ഛന് വയ്യാത്തത് കാരണം ചിലർ അവരുടെ മകളെ ഇങ്ങോട്ട് അയക്കില്ല. പിന്നെ ചിലർക്ക് എന്റെ രീതികളൊക്കെ പഴഞ്ചനായിട്ടും തോന്നും. ഞാൻ ശരിക്കും ഒരു പഴഞ്ചനാണോ എന്ന് അവൻ ചോദിക്കുന്നു. അവൾ ഒന്നും പറയാതെ അവിടെ നിന്നും പോവുകയാണ്. പിറ്റേന്ന് അവനൊരു പെണ്ണ് കാണലുണ്ടായിരുന്നു. അതെങ്കിലും ശരിയാകുമെന്നാണ് അവൻ വിചാരിക്കുന്നത്. അങ്ങനെ പെണ്ണ് കാണാൻ പോകുന്ന വഴിക്ക് ഒരു കവിത കൂടി പോസ്റ്റ് ചെയ്യണമെന്ന് അവൻ പറയുന്നുണ്ട്. നാളത്തെ പെണ്ണ് കാണല് എന്തായാലും സെറ്റ് ആകുമെന്ന് അവൾ പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ മോഹനൻ പെണ്ണ് കാണാൻ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോലിക്ക് വന്ന മായ ആകട്ടെ അവന് വേണ്ടി ഒരു ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട്. പെണ്ണ് കാണലിന് ഇതിട്ടിട്ട് പോയാൽ മതി എന്ന് അവള് പറയുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെയാണ് ഇഷ്ടം. അങ്ങനെ അവളുടെ നിർബന്ധം കാരണം അവൻ ആ ഡ്രസ്സ് ഇടുന്നു. അതൊരു ജുബ്ബയായിരുന്നു. ശരിക്കും മണിയനും അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതവന് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളോട് യാത്രയും പറഞ്ഞിട്ട് അവൻ പെണ്ണ് കാണാൻ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. പെണ്ണൊക്കെ കണ്ടു, പക്ഷെ അവർ കാര്യങ്ങൾ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ പറഞ്ഞു വിട്ടത്. എന്താകുമെന്ന് അറിയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അവരെന്തായാലും ഇത്തവണ വിളിക്കുമെന്ന് അവൾ പറയുന്നുണ്ട്. നടക്കുന്നേ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ അച്ഛന്റെ അടുത്തേക്ക് വന്നതും ഞെട്ടിപ്പോയി. കാരണം കാലങ്ങൾക്ക് ശേഷമാണ് അവന്റെ അച്ഛന്റെ താടി വടിച്ച് അവൻ കാണുന്നത്. ഇതെല്ലാം മായയുടെ പണിയായിരുന്നു. അച്ഛനെ അങ്ങനെ കണ്ടപ്പോൾ അവന് ഒരുപാട് സന്തോഷം തോന്നി. തനിക്കിന്ന് ചിട്ടിക്കാശ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവൾ നേരത്തെ പോകുന്നു. പിറ്റേന്ന് അവൾ ജോലിക്ക് വന്നിട്ട് വീടെല്ലാം വൃത്തിയാക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു പാട്ട് പാടുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ മോഹൻ എഴുതിയ കവിതയായിരുന്നു. ഇന്നലെ നിങ്ങൾ പെണ്ണ് കാണാൻ പോയ സമയത്ത് അത് പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയി എന്നും ഇവിടെ വെച്ചിട്ട് പോയപ്പോൾ ഞാൻ വെറുതെ ഒന്നെടുത്ത് നോക്കിയതാണെന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ തനിക്ക് വേണ്ടി രണ്ടുപേരും ഒന്ന് പാടുമെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ആ പാട്ട് മുഴുവൻ അവനെ പാടി കേൾപ്പിക്കുന്നു. പതിയെ പതിയെ അവന് മായയോട് ഒരു ഇഷ്ടം തോന്നാൻ തുടങ്ങി. പിറ്റേ ദിവസം അവളെ കാണാഞ്ഞ കാരണം അവൻ ആകെ സങ്കടത്തിലായി. വിളിച്ചു ചോദിച്ചപ്പോഴാണ് അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് അറിഞ്ഞത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ അവളുടെ അമ്മയെ കാണാൻ വേണ്ടി അവിടേക്ക് പോകുന്നു. ഷുഗറും പ്രഷറും കൂടി തലകറങ്ങി വീണതായിരുന്നു അവളുടെ അമ്മ. കുറച്ചു ദിവസം ഇവിടെ കിടക്കേണ്ടി വരും. കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന ചിട്ടിക്കാശ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെലവാകും. ഇനി എന്ത് ചെയ്യുമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അമ്മയുടെ ചികിത്സയ്ക്കും മറ്റുമായിട്ട് അവൻ അവളുടെ കയ്യിൽ കുറെ കാശ് കൊടുക്കുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും തന്നെ വിളിക്കണമെന്നും പറയുന്നുണ്ട്. മോഹൻ പോയി കഴിയുമ്പോൾ അവളെ ബ്രിഗേഷ് ഫോൺ ചെയ്യുന്നുണ്ട്. മായ ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ഹോസ്പിറ്റലിലെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറയുമ്പോൾ എന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് അയാൾ കോള് കട്ട് ചെയ്യുന്നു. മായയ്ക്ക് ശരിക്കും ദേഷ്യവും സങ്കടമൊക്കെ വരാൻ തുടങ്ങി. തന്നെ കെട്ടാൻ പോകുന്ന ആളാണ് വിളിച്ചത്. അമ്മയ്ക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് എന്താ ഏതാന്ന് പോലും ചോദിച്ചില്ല. എന്നാൽ മോഹനാകട്ടെ തന്നോട് ഇത്രയും സ്നേഹവും അടുപ്പമൊക്കെ കാണിക്കുന്നു. അവൾ ആകെ കൺഫ്യൂഷനിലായിരുന്നു. അന്ന് രാത്രി മോഹൻ അവളെ വിളിച്ചിട്ട് അമ്മയുടെ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് എന്തോ പറയാനുണ്ടെന്ന് പറയുന്നു. പക്ഷെ അയാൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു. തന്നോട് എന്തോ അയാൾക്ക് പറയാനുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അയാൾക്കത് പറയാൻ കഴിയാത്തതായിരുന്നു. അവൾ പെട്ടെന്ന് ഫോൺ വയ്ക്കുന്നു. കുറച്ചു ദിവസം കഴിയുമ്പോൾ അവളുടെ അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ജിഷയെ അവളുടെ അച്ഛനും മായയുടെ അമ്മയെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നു. കൂടെ ജിഷയുടെ കല്യാണക്കാര്യം കൂടി അവർ അറിയിക്കുന്നു. മായ ജിഷയോട് പറയുന്നുണ്ട്, ബ്രിഗേഷിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ടെന്ന്. ആള് വീണ്ടും തന്നെ കാണണം എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ്. ഇത്തവണ ഒറ്റയ്ക്കാ വിളിച്ചിരിക്കുന്നത്. എന്തായാലും പോയി നോക്കാൻ ജിഷ പറയുന്നു. പിറ്റേന്ന് അവള് ബ്രിഗേഷിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നാൽ ബ്രിഗേഷ് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അവളോട് പറയുന്നത്. തനിക്ക് വിവാഹത്തിൽ താല്പര്യമില്ലെന്നും താൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്നും അയാൾ പറയുന്നു. എന്നാൽ വീട്ടുകാരെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കാര്യം ഇവിടെ വരെ എത്തിയത്. പക്ഷെ ഇനി എനിക്ക് പറ്റില്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചേ പറ്റൂ എന്നും പറഞ്ഞിട്ട് അവൻ താൻ സ്നേഹിക്കുന്ന ആളുടെ ഫോട്ടോ കാണിക്കുന്നു. അതൊരു പെൺകുട്ടിയായിരുന്നില്ല. അന്ന് അവർ ഹോട്ടൽ വെച്ച് കണ്ട ബ്രിഗേഷിന്റെ അതേ കൂട്ടുകാരൻ തന്നെയായിരുന്നു. കാരണം ബ്രിഗേഷ് ഗേ ആയിരുന്നു. അയാളായിട്ട്
മായ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയ കാരണം മായ ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അവള് സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്നും പോകുന്നത്. മായയുടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാരണം തന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയണോ വേണ്ടോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു മോഹൻ. മാത്രമല്ല അവളെക്കാളും കൂടുതൽ ഏജ് ഉണ്ട് തനിക്ക്. അവൾക്ക് തന്നെ ഇഷ്ടമാവില്ല എന്ന് കരുതി അവളോടൊന്നും തുറന്നു പറയേണ്ടെന്ന് മോഹൻ തീരുമാനിക്കുന്നു. പക്ഷെ അവള് പിന്നീട് അവന്റെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ തന്റെ കല്യാണം മുടങ്ങിയ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട് തന്റെ കൂട്ടുകാരി ജിഷയുടെ നിശ്ചയമാണെന്ന്. ജിഷയോട് ഞാൻ മോഹനേട്ടനെ പരിചയപ്പെടുത്തി കൊടുക്കാന്ന് കുറേയായിട്ട് പറയുന്നുണ്ട്. ഇത്തവണ അവളുടെ നിശ്ചയത്തിന് എന്തായാലും വരണം. അത് വേണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. വേണോ എന്ന് അവൾ നിർബന്ധപൂർവ്വം പറയുന്നു. ജിഷയെ തനിക്ക് അറിയാമെന്നുള്ള കാര്യം മോഹനൻ അവളോട് തുറന്നു പറയുന്നു. ആ സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോഹനെയും കൂട്ടി മായ ജിഷയുടെ എൻഗേജ്മെന്റിന് പോകുന്നത്. എന്നിട്ട് ജിഷയെ വിളിച്ച് മോഹനെ കാണിച്ചു കൊടുക്കുന്നു. താൻ ജോലി ചെയ്യുന്നത് മോഹനേട്ടന്റെ അടുത്താണെന്നും പറയുന്നു. ജിഷയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നിട്ടാണ് മോഹൻ അവിടെ നിന്നും പോകുന്നത്. അതോടുകൂടി മോഹന്റെ മായയുടെ ഉള്ളിലെ സ്നേഹം അവർ പരസ്പരം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാലങ്ങളായിട്ട് എടുക്കാതിരുന്ന സ്കൂട്ടർ അന്ന് അവൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ സ്കൂട്ടറിൽ കയറി പോകുന്നത് മണിയനും കാണുന്നുണ്ട്. ഇത്രയും വൈകിട്ടാണെങ്കിലും മോഹന് നല്ലൊരു പെണ്ണിനെ തന്നെ കിട്ടിയതിൽ മണിയൻ ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.